അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വുളു എടുക്കുമ്പോൾ കാല് കഴുകുന്നതിന് പകരമായി ഷോക്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോക്സിൽ തടവിയാൽ വുളു ശരിയാകുമോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹുഫയുണ്ട്. ഹുഫയിൽ തടവിയാൽ മതി കാല് കഴുകുന്നതിന് പകരം. ആ ഹുഫയുടെ സ്ഥാനത്ത് നാം ഇന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഷോക്സ്, ഷൂ ഒക്കെ ധരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷോക്സ് പെടുമോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഹുഫ തടവൽ പറ്റുന്നതാണ് വുളു എടുക്കുമ്പോൾ. അത് യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം വരെ ഹുഫയിൽ തടവാം എന്നുള്ളതാണ് കാല് കഴുകുന്നതിന് പകരമായിട്ട്. യാത്രക്കാരനല്ല എങ്കിൽ അത് 1 ദിവസവുമാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് തടവേണ്ടത്? അത് ഏറ്റവും ചുരുങ്ങിയത് ആ ഹുഫയുടെ മുകൾ ഭാഗത്താണ് തടവേണ്ടത്. പൂർണ്ണമായിട്ടുള്ള രൂപത്തിലാകുമ്പോൾ അത് ഹുഫയുടെ അടിയും കാലിന്റെ മുകൾ ഭാഗവും ഹുഫയുടെ മുകൾ ഭാഗവും തായ് ഭാഗവും എല്ലാം തടവേണ്ടതാണ്. അവിടെ നമ്മൾക്ക് നോക്കേണ്ടത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോക്സ് ഹുഫയുടെ സ്ഥാനത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം മറന്നു പോകരുത്. വുളു എടുക്കുമ്പോൾ മാത്രമേ ഹുഫ തടവാൻ പറ്റുകയുള്ളൂ. കുളി നിർബന്ധമാണെങ്കിൽ ആ ഹുഫ അഴിക്കൽ നിർബന്ധമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഷർത്തുകൾ നോക്കുക. ഇതിന്റെ ഷർത്തുകൾ എന്താണ്? ഈ ഹുഫ ധരിക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഷോക്സ് ധരിക്കുമ്പോൾ വുളു ഉണ്ടോ ഇല്ലയോ ചോദ്യമാണ്. രണ്ടാമത്തത്, ഈ നമ്മൾ ഹുഫ എന്തായിരിക്കണം? പൂർണ്ണമായി മറയണം. നമ്മുടെ കാലിന്റെ എവിടെയെല്ലാം കൈകൾ നിർബന്ധമുണ്ടോ അത്രയും സ്ഥലങ്ങൾ ഹുഫ മറയണം. ആ രൂപത്തിലാണോ നമ്മുടെ ഷോക്സുകൾ? പലപ്പോഴും പല ആളുകളുടെയും ഷോക്സുകൾ ആ രൂപത്തിൽ അല്ല. കാലിന്റെ നിർബന്ധമായി കഴിക്കേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായി മറയുന്ന രൂപത്തിലുള്ള ഷോക്സ് ചിലർ ധരിക്കാർ ഇല്ല. ഇനി മറ്റൊന്നെന്താണ്? ഇത് നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. നാലാമത്തെ കാര്യമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്? മൻഉഹുമ നുഫൂദൽ മാഇല റിജ്ലി. അതാണ് ഹുഫയും നമ്മൾ ഇന്ന് ധരിക്കുന്ന ഷോക്സും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഘടകം. വെള്ളം ഒഴിച്ചാൽ, ആ ഹുഫയുടെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ അവന്റെ കാല് നനയുന്നതല്ല. ആ രൂപത്തിലുള്ള ഹുഫയായിരിക്കണം. പഴയ കാലത്തൊക്കെ ഹുഫ യാത്ര ചെയ്യുമ്പോൾ, ഒട്ടകപ്പുറത്തും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാലിന് അപകടങ്ങളും മറ്റുമൊന്നും വീഴ്ചയോ മറ്റോ സംഭവിച്ചാൽ അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ട രൂപത്തിൽ ധരിക്കുന്ന ഒന്നായിരുന്നു. അത് തോൽ കൊണ്ടൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും നമ്മുടെ കാല് നനയുന്നതല്ല. എന്നാൽ ഇന്ന് നാം ധരിക്കുന്ന ഷോക്സുകൾ, അത് സ്വാഭാവികമായി ഒരു തുള്ളി വെള്ളം വീണാൽ മതി ആ ഷോക്സിന്റെ മുകളിൽ നമ്മുടെ കാല് നനയുന്നതാണ്. അപ്പോൾ ഹുഫയുടെ സ്ഥാനത്ത് നാം ധരിക്കുന്ന ഷോക്സ് വരികയില്ല. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഹുഫ ഇട്ടാണെങ്കിൽ ആ ഹുഫ ഇട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എന്നാൽ ഷോക്സ് ഇട്ട് ആരും യാത്ര ചെയ്യാറില്ല. ഷോക്സിന്റെ പകരം പിന്നെ എന്തുണ്ടാവും? നമ്മൾ ഷൂവും കൂടി ധരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നാം ധരിച്ചിരിക്കുന്ന, നാം സാധാരണ ഉപയോഗിക്കുന്ന ഷോക്സുകൾ ഹുഫയുടെ സ്ഥാനത്ത് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഷോക്സിൽ തടവിയാൽ നമ്മുടെ മദ്ഹബ് പ്രകാരം വുളു ശരിയാകുന്നതും അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.